MSN ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ബ്രസീലിന്റെ പുതിയ കോച്ചായി മുൻ റയൽ മാഡ്രിഡ് ഇതിഹാസ പരിശീലകൻ കാർലോ ആൻസലോട്ടിയെ ചുമതലപ്പെടുത്തിയത്. കോച്ചിന്റെ മുന്നിലുള്ള പ്രധാന കടമ്പ ബ്രസീലിനെ ലോകകപ്പ് യോഗ്യതയാണ്. നിലവിൽ ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ 4ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇക്വഡോർ, പരാഗ്വ എന്നിവർക്കെതിരെ ബ്രസീലിന്റെ ജൂണിലെ യോഗ്യത മത്സരങ്ങൾ. ഈ മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡിലേക്കാണ് തീപ്പൊരി താരങ്ങളായിരുന്ന നെയ്മർ, റിച്ചാർലിസൺ, കസമീറോ എന്നിവർ തിരികെ എത്തുന്നത്. ഹലിലാൽ വിട്ട് സാന്റോസിനൊപ്പമുള്ള 33-കാരനായ നെയ്മർ ജൂനിയർ പരിക്കിനെ തുടർന്ന് ഒരു മാസമായി ടീമിന് പുറത്തായിരുന്നു. നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് മോചിതനായി എന്ന് ചില റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ജൂണിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനുള്ള സ്ക്വാഡിൽ നെയ്മറെയും കോച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടീമിൽ തിരിച്ചെത്തുന്നത് മറ്റൊരു സൂപ്പർ താരമായ കസമീറയാണ്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പമുള്ള കസമീറ മുൻ റയൽ മാഡ്രിഡ് താരം കൂടിയാണ്. കോച്ച് ആൻസലോട്ടിയുടെയും കസമീറയും ദീർഘകാലം റയലിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രസീലിന്റെ മറ്റൊരു സൂപ്പർ താരമാണ് റിച്ചാർലിസൺ. ഈ താരവും പരിക്കിൽ നിന്ന് മോചിതനായി എന്ന് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ റിച്ചാർലിസൺ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ താരം ടോട്ടൻഹാമിന് വേണ്ടിയാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ശക്തമായ സ്ക്വാഡിനെ ഇറക്കി ലോകകപ്പ് യോഗ്യത നേടുകയെന്ന ലക്ഷ്യമാണ് കാർലോ ആൻസലോട്ടിയുടെ ലക്ഷ്യം. ബ്രസീലിന്റെ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപനം ഈ മാസം 26-ന് പ്രഖ്യാപിക്കും എന്ന് കാർലോ ആൻസലോട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.